ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അജീഷാണ്, ഇടുക്കി ചില്ലീസ് കേട്ടോ. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന സ്ഥലം നമ്മുടെ മൂന്നാറാണ് കേട്ടോ. എൻ്റെ പുറയിലുള്ള ഈ പച്ചപ്പൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അപ്പോൾ മൂന്നാറിൽ ഇപ്പോൾ എത്തിച്ചേർന്നവർക്ക് ഇരട്ടി മധുരമാണ്. അതായത് ഇന്നലെ മുതൽ മെയ് 1 മുതൽ മെയ് 12 വരെ മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ അങ്ങനെ ഫ്ലവർ ഷോ ഇറങ്ങിയിരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഫ്ലവർ ഷോയുടെ വിശേഷങ്ങളിലേക്ക് കാഴ്ചകളിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് കേട്ടോ. ശരിക്കും മൂന്നാറിൽ ഇപ്പോൾ വെക്കേഷനൊക്കെ ആസ്വദിക്കാൻ വേണ്ടി എത്തിച്ചേരുന്ന ആളുകളുണ്ടല്ലോ, ഉറപ്പായും പോകേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡന്. എല്ലാ വർഷവും അവിടെ ഫ്ലവർ ഷോ നടക്കാറുള്ളതാണ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലുണ്ടല്ലോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ്, അതും കയറി ഒന്ന് ഫോളോ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ പുതിയ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും നമുക്ക് കിടക്കാം. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ അജീഷ്, ഇടുക്കി ചില്ലീസ്. അങ്ങനെ നമ്മൾ നമ്മുടെ മരത്തിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ഏറുമാടത്തേൽ നമ്മളങ്ങനെ കയറി പറ്റിയിരിക്കുകയാണ്. നമ്മളിത് കഴിഞ്ഞ വർഷവും കാണിച്ചതാണ് കേട്ടോ. ഏറുമാടം എന്ന് പറഞ്ഞാൽ വേറൊരു വൈബാണ്. ഫുള്ള് അത് ആംഗിൾ, അതായത് ഇരുമ്പ് കൊണ്ട് തന്നെ പണിതിരിക്കുകയാണ്. അതുകൊണ്ട് സേഫുണ്ട്. നമുക്കിത് കയറി നിൽക്കുമ്പം നമുക്കത് ഇവിടെ നമ്മുടെ തൊട്ട് താഴെ ഗ്യാപ്പ് റോഡിൽ കൂടെയൊക്കെ വാഹനങ്ങളൊക്കെ ഇങ്ങനെ സഞ്ചരിച്ച് പോകുന്ന മനോഹര കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഒരു ഈവനിങ് രാത്രി വൈബാണെങ്കിൽ ഇത് ഈ മരത്തിലൊക്കെ ഇങ്ങനെ ലൈറ്റപ്പൊക്കെ ഇട്ട് അടിപൊളി ഗംഭീരമായിട്ട് അങ്ങോട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്താണെങ്കിലും നമ്മുടെ ഫ്ലവർ ഷോ തുടങ്ങിയപ്പോൾ തന്നെ ധാരാളം ആളുകളുടെ ഒരു ഒഴുക്കാണ് നമുക്കിത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ നമ്മൾ 100 രൂപ ടിക്കറ്റാണ് പെർ ഹെഡ് എടുക്കേണ്ടത്. കുട്ടികൾക്ക് 50 രൂപ ഉള്ളൂ കേട്ടോ. പക്ഷേ 100 രൂപ ടിക്കറ്റ് എടുത്താലും നഷ്ടമില്ല. കാരണം വൈകുന്നേരം നല്ല കിടുക്കാച്ചി ഈവനിങ് പ്രോഗ്രാമുണ്ട്. അതുകൂടാതെ നമുക്ക് മ്യൂസിക് ഫൗണ്ടൻ എല്ലാ ദിവസവും 7 മണിക്ക് മ്യൂസിക് ഫൗണ്ടൻ്റെ കാഴ്ചകളും ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം മ്യൂസിക് ഫൗണ്ടൻ ഉദ്ഘാടനം ചെയ്തപ്പോൾ വന്നെടുത്തായിരുന്നു. എന്നാലും ഈ വീഡിയോ കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്യും കേട്ടോ. ബൊട്ടാണിക്കൽ ഗാർഡൻ ആരംഭിച്ചതിന് ശേഷം 3ാമത്തെ ഫ്ലവർ ഷോയിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ആദ്യത്തെ ഫ്ലവർ ഷോയും 2ാമത്തെ ഫ്ലവർ ഷോയും ഒക്കെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ധാരാളം പുഷ്പങ്ങളുടെ അധികം മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ പറ്റും കേട്ടോ. മുൻ വർഷങ്ങളിലൊക്കെ അപേക്ഷിച്ച് ധാരാളം പുഷ്പങ്ങൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ണിനും മനസ്സിനൊക്കെ ഒരു ആനന്ദം നൽകുന്ന അത്രയേറെ ഗംഭീരമായിട്ടുള്ള പുഷ്പങ്ങളുടെ ഒരു മഹനീയ കാഴ്ചയാണ് നമുക്ക് ഈ ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നമ്മൾ കുറച്ചും കൂടെ പൂക്കൾക്കായിരിക്കും ഈ വർഷത്തെ വീഡിയോയിൽ നമ്മൾ പ്രാധാന്യം നൽകണം. കാരണം കഴിഞ്ഞ വർഷം കഴിഞ്ഞ മുമ്പത്തെ വർഷമൊക്കെ പൂക്കൾ കുറവായിരുന്നു. പക്ഷേ ഇപ്പം 3ാമത്തെ ഫ്ലവർ ഷോ ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി വൈബിലുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ ഇത് ഇങ്ങനെ നടന്നു വരുമ്പോൾ നമുക്കറിയാം ഇവിടെ വാച്ച് ടവർ എന്ന് പറഞ്ഞ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഏതാണ്ട് ഒരു 360 ഡിഗ്രിയിലുള്ള കാഴ്ച നമുക്ക് ഈ വാച്ച് ടവറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. മൂന്നാറിൽ അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ പഴയ തണുപ്പൊക്കെ മാറി. പക്ഷേ വൈകുന്നേര സമയത്ത് മഴയൊക്കെ പെയ്യുന്ന സമയമാണെങ്കിൽ നല്ല ചൂട് മാറിയിട്ട് അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ടാവും. രാത്രിയിൽ നല്ല തണുപ്പാണ്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഗംഭീരമായിട്ടുള്ള ലൈറ്റപ്പാണ് നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ.
ഈ നിൽക്കുന്ന ഈ മേഖലയൊക്കെ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ് നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ ആ ഒരു മേഖലയിൽ വെറൈറ്റി കുറേ പുഷ്പങ്ങളുടെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ഇതാണ് കേട്ടോ. ഇവിടെയാണ് നമുക്ക് ശരിക്കും ഫോട്ടോഷൂട്ടും അതുപോലെ വീഡിയോഗ്രാഫിയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല ഇതാണ്. ഈ വർഷത്തെ മറ്റൊരു അട്രാക്ഷൻ ആട്ടോ, ദേ ഒരു മരത്തിൻ്റെ മേളിൽ മതിയായ ഒരു മരയണ്ണാൻ അങ്ങോട്ട് കയറിയിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളെ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും കേട്ടോ. ഇതിൻ്റെ മുമ്പിൽ നിന്ന് നമുക്ക് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സംഭവമാണ്. നിങ്ങൾ നോക്കി എന്ത് ഗംഭീരമായിട്ടാണ് നിർമ്മിച്ചു വെച്ചേക്കണേ എന്ന്. ഇവിടെയൊക്കെ ധാരാളം ആളുകളുണ്ട്. എങ്ങനെ ഇഷ്ടപ്പെട്ടോ? അടിപൊളിയല്ലേ? സൂപ്പറല്ലേ? ഈ റോസാപ്പൂ എവിടെ കണ്ടാലും ഞാൻ വിടത്തില്ല കേട്ടോ. അത്ര എനിക്ക് പ്രിയപ്പെട്ടതാണ് റോസാ പുഷ്പങ്ങൾ. എനിക്ക് മാത്രമല്ല ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് റോസാ പുഷ്പങ്ങൾ കേട്ടോ. അത് നല്ല നക്ഷത്രങ്ങളുടെ മനോഹരമായിട്ടുള്ള ഒരു ആകൃതിയിൽ ഇതേ നോക്കി എത്ര ഗംഭീരമായിട്ടാണ് ഇവിടെ നിർമ്മിച്ചു വെച്ചേക്കുന്നത് നോക്കി. അടിപൊളിയായിട്ട് നമുക്കത് ഇതുകൊണ്ടോ കുറച്ചുകൂടെ ക്ലോസ് നോക്കിയാൽ സുന്ദര റോസാപ്പൂ അല്ലേ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെയാണെങ്കിൽ അതുകൊണ്ടോ കൂട്ടം കൂടി നിൽക്കുകയാണ്. ഇവിടെ ഒരു മാസം മുമ്പ് ഇവിടെ റോസ് ഫെസ്റ്റ് ഇവിടെ നടന്നായിരുന്നു കേട്ടോ. அண்ணா எவ்வளவுதான் அவனே? We are from Tamil Nadu. தமிழ்நாட்டுல வந்து ரொம்ப சூப்பரா இருக்குது. ரொம்ப சூப்பரா இருக்குது. கிளீனா இருக்குது. ஃபர்ஸ்ட் டைம் இல்ல several times we used to come here. எப்பப்பலாம் நாங்க வந்துட்டு இருப்போம் ഇവിടെ. അതെല്ലേ? ரொம்ப நல்ல இடம். ഇഷ്ടംപോലെ പൂക്കളൊക്കെ ഉണ്ടോ? എല്ലാം ഒരുപാടുണ്ട്. ഒരു 5 കൊല്ലം മുമ്പായിട്ട് വന്നിരുന്നു. അപ്പൊ ഇത്ര ഇല്ല. ശരിക്കും നമ്മൾ ആദ്യം വെച്ചിരിക്കുന്ന ആർച്ചിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ കടന്നു വരാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സ്റ്റേഡിയം നമുക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് ശരിക്കും വൈകുന്നേരത്തെ കൾച്ചർ പ്രോഗ്രാമുകൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ വരുമ്പോൾ നമ്മുടെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കേസുണ്ട്. നമുക്ക് റെഡി ഫോട്ടോ ഷൂട്ടിങ് ഇവിടെയുണ്ട്. അതിന് ക്യാഷ് നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ നല്ല കിടിലം പ്രിൻറ്റിങ് നിങ്ങൾക്ക് ഇവിടുന്ന് എടുത്തു തരും. ഇനി നമ്മൾ ഇതിൻ്റെ വേറൊരു ഭാഗത്തേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ കടന്നു പോകുന്ന വഴിയൊക്കെ നല്ല ലൈറ്റപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലൈറ്റപ്പിൻ്റെ കാഴ്ച ഇതിനോട് ചേർന്ന് തന്നെ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ധാരാളം ഹാങ്ങിങ് പുഷ്പങ്ങളുടെ ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെയൊക്കെ നിന്ന് നമുക്ക് ഫോട്ടോഷൂട്ടും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകളാണ് ഈ വർഷത്തെ ഫ്ലവർ ഷോയിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഹായ്, നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ശരിക്കും ആന്തൂറിയത്തിൻ്റെ ഒരു കാഴ്ചയാണ്. ഇത് ശരിക്കും ഒരു തൈയാണ്, പക്ഷേ അത് കുറച്ച് പൂക്കളൊക്കെ അവിടെ ഉണ്ടാക്കി ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഇതൊരു ഹാർട്ട് ഷേപ്പിലാണ്. രാത്രിയിലെ ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ വേറൊരു വൈബാട്ടോ. ഇനി അടുത്ത ലാസ്റ്റ് ഒരു പവലിയൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ കയറുന്നത്. ഇതിൻ്റെ ഉള്ളിലും ഇങ്ങനെ ചെടിച്ചട്ടുകൾ പൂക്കളൊക്കെ ധാരാളം ക്രമീകരിച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇങ്ങോട്ട് ആളുകൾ വന്നില്ല, ആ ഒരു മേഖലയിലേക്ക് മാത്രം വന്നിട്ട് പോകുമെന്ന് തോന്നുന്നു. കാരണം മുൻ വർഷങ്ങളിൽ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. ഇത് ആദ്യമായിട്ട് വന്നിരിക്കുന്നതാണ്. കഴിഞ്ഞ വർഷം ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു വർഷം ഇവിടെ വരുന്ന ആളുകൾക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണോ ഇങ്ങോട്ട് അധികം പേര് വരാത്തതെന്ന് എനിക്കറിയത്തില്ല. എന്നാണെങ്കിലും സ്റ്റേഡിയം കഴിഞ്ഞ് കുറച്ചുകൂടി മുമ്പോട്ട് വന്നാലാണ് നമുക്ക് ഈ കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് നോക്കിയേ എത്ര ഗംഭീരമായിട്ടുള്ള പൂക്കളാണ് ഇവിടെ ഒരുക്കി വെച്ചേക്കണമെന്ന് നോക്കിയേ.
ഫൈനലി ഇതേ രാത്രിയായി കേട്ടോ, ഏകദേശം ഒരു സന്ധ്യ സമയമേ 6:30 ടൈം ആയിട്ടുണ്ടോ. ഫുള്ള് ലൈറ്റപ്പൊക്കെ അങ്ങനെ തെളിഞ്ഞ് അടിപൊളിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്തൊക്കെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് താഴേക്കൊക്കെ കുറച്ച് ലൈറ്റപ്പും അതുപോലെ കുറേ ഏരിയ ഒക്കെ കൂട്ടിച്ചേർത്തൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ നമ്മുടെ മ്യൂസിക് ഫൗണ്ടൻ നടക്കുന്നിടത്ത് കുട്ടികളൊക്കെ അങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് ആർമാദിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ബൊട്ടാണിക്കൽ ഗാർഡനിൻ്റെ ഈ ഫ്ലവർ ഷോയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ ലൈറ്റപ്പിൻ്റെ ഒരു കാഴ്ചകൾ നമുക്ക് കാണാം. എന്നിട്ട് നമുക്ക് മ്യൂസിക് ഫൗണ്ടനിലേക്ക് നമുക്ക് തിരിച്ചു പോകാം കേട്ടോ. സമയം ഏകദേശം 8 മണിയോട് അടുത്ത സമയമായി. ഇപ്പോഴും ഇവിടെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബൊട്ടാണിക് ഗാർഡനിലെ ഫ്ലവർ ഷോ എന്ന് പറയുന്നത് മെയ് 1-ാം തീയതി തൊട്ട് 12-ാം തീയതി വരെയാണ്, ഓർത്ത് വെക്കുക. അപ്പം മൂന്നാറിൽ എത്തുന്നവർ തീർച്ചയായിട്ടും ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഇറങ്ങുക കേട്ടോ. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ്, അതും ഒന്ന് കയറി ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡ് നമുക്ക് കണ്ടുകിട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.